ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഇമിഗ്രേഷൻ നിയമങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 അതിരുകടന്ന അധികാരങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. ലോക്സഭയിൽ ഈ ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇമിഗ്രേഷൻ നിയമങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് 2025 അതിരുകടന്ന അധികാരങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് ലോക്സഭയിൽ ഈ ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ബില്ലിന്റെ ഏറ്റവും ഭയാനകമായ വശങ്ങളിലൊന്ന് എമിഗ്രേഷൻ ഓഫീസർമാർക്ക് അനുവദിച്ചിരിക്കുന്ന അമിതമായ അധികാരമാണ്. എമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതായി സംശയിക്കുന്ന വ്യക്തികളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ ബിൽ അനുവദിക്കുന്നു. ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടിയുള്ളതാണെന്നും ഇത് ഏകപക്ഷീയമായ തടങ്കലിലേക്കും വിദേശ പൗരന്മാരെ ഉപദ്രവിക്കുന്നതിലേക്കും പ്രത്യേക സമുദായങ്ങളെ ഉന്നം വെച്ചിട്ടുള്ളതാണെന്നും MP പറഞ്ഞു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കിയാൽ വ്യക്തികളുടെ പ്രവേശനം നിഷേധിക്കാനോ നാടുകടത്താനോ ഈ ബിൽ സർക്കാരിനെ അനുവദിക്കുന്നു. എന്നാൽ ആരാണ് ഈ ഭീഷണിയെ നിർവചിക്കുന്നത്? വ്യക്തമായ മാർഗനിർദ്ദേശം ഇല്ലാതെ അഭയാർത്ഥികളെയും അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്ന വിദേശ പത്രപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും ഉന്നം വെച്ച് ഈ നിയമം ഉപയോഗിക്കാം. ടിബറ്റൻസ്, ശ്രീലങ്കൻ തമിഴർ, അഫ്ഗാനികൾ, ബംഗ്ലാദേശികൾ എന്നിങ്ങനെ ഇരകളാക്കപ്പെട്ട സമൂഹങ്ങൾക്ക് ഇന്ത്യ ചരിത്രപരമായി അഭയം നൽകിയിട്ടുണ്ട്. എന്നാൽ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഒന്നും ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം ഈ സർക്കാർ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നാം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബില്ലും സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നതെന്നും രാജ്യത്ത് കർശനമായ ഏകപക്ഷീയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്നത് മലയാളികൾ അടക്കം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെയാണെന്നും മറ്റു രാജ്യക്കാരെ നമ്മുടെ ജനതയെ ഈ രീതിയിലായിരിക്കും ഇടപെടുന്നതെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഈ ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുവാനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ദുരുപയോഗം തടയാനും ആവശ്യമായ മാറ്റങ്ങൾ ഈ ബില്ലിൽ കൊണ്ടുവരണമെന്ന് കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടു. എൻഹാൻസ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രീംലൈൻ വിസ ആൻഡ് ഫോറിൻ രജിസ്ട്രേഷൻ പ്രോസസ്. However, beneath these claims lie a deeper reality, one that raises concern about civil liberties, humanitarian obligations, and the unchecked power of authorities. Sir, one of the most alarming aspects of this bill is the excessive power granted to immigration officers. The bill allows them to arrest individuals without a warrant if they suspect violation of immigration laws. This provision is open to abuse and could lead to arbitrary detention, harassment of foreign nationals, and even targeting of specific communities. News Desk, VCV.